നമ്മളൊരു കടായി വെച്ചു. അതിനകത്ത് നെയ്യും എണ്ണയും കൂടെ, സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് ഗ്രാമ്പൂ, ഏലക്ക, പിന്നെന്തോ പട്ട, പിന്നെ ഉള്ളി, വലിയ സബോള എല്ലാം കൂടെ ചേർത്ത് വഴറ്റുകയാണ്. ഇത് സ്പൈസി പീസ് പുലാവെന്ന് പറയാൻ കാരണം ഇത് നന്നായിട്ട് സ്പൈസ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് വേറെ കറികളൊന്നും ഇല്ലെങ്കിലും ഒരു പപ്പടമോ അല്ലെങ്കിൽ ഇച്ചിരി അച്ചാറോ തൈരോ മോരുകറിയോ ഒക്കെ കൂട്ടി നമുക്ക് സുഖമായിട്ട് കഴിക്കാം. പെട്ടെന്ന് നമ്മൾ വെളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഉണ്ട്. ഇത് കുക്കറിലും ഉണ്ടാക്കാം. പക്ഷേ കുക്കറിനകത്താകുമ്പോൾ 1 2 വിസിലിൽ കൂടുതൽ അടുപ്പിക്കല്ലേ, അല്ലെ അത് വെന്ത് പോകും. ഒരു വലിയ വിസിലടിച്ച് വെച്ചാൽ ഓഫ് ചെയ്ത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ അതിലുണ്ടായിക്കോളൂ. അതിനിടയിൽ നമ്മൾ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തത്. കൂടെ ടൊമാറ്റോയും കൂടെയാണ് ചേർത്തത്. രണ്ടും കൂടെ ചേർത്ത് വഴന്നപ്പം ഇനിയിപ്പോൾ നമ്മളത് വഴറ്റി കഴിയുമ്പോൾ വലുതായിട്ട് വഴറ്റണ്ട, ഒന്ന് ഫ്രൈ ആയാൽ മതി. അതിനകത്ത് നമ്മൾ പീസ് ഇടും. പീസ് കഴുകി വെച്ചിരിക്കുന്ന പച്ച പീസാണ്, ഗ്രീൻ പീസാണ്. അത് നമ്മൾ പുഴുങ്ങൊന്നും വേണ്ട, ജസ്റ്റ് അവൾ കവറിൽ നിന്ന് എടുത്തതാണ്, അല്ലാതെ ഫ്രോസൺ അല്ല, ഉണങ്ങിയതുമല്ല. പീസ്, ഫ്രഷ് പീസ്. അതും ഒരു കുഞ്ഞി പൊട്ടറ്റോയും കൂടെ ചേർത്തു. വേറെ വെജിറ്റബിൾ ഇല്ലാഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞി പൊട്ടറ്റോയും കൂടെ ചേർത്തു. അതിനകത്ത് നമ്മൾ ഒരു അര സ്പൂൺ മുളക് പൊടിയും ചേർത്തു, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു പേരി ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തു. ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് അത് നന്നായിട്ട് വഴറ്റിയ ശേഷം അതിച്ചിരി എനിക്ക് തോന്നി അടി പിടിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വേറെന്തിലോ ശ്രദ്ധിച്ചെന്ന് തോന്നി. അപ്പം അത് നമ്മൾ 2.5 കപ്പ് വെള്ളം ഒഴിച്ചു. 1 കപ്പ് അരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ 1 കപ്പ് അരിക്ക് നമ്മൾ 2.5 കപ്പ് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ചൂട് വെള്ളം വേണം ഒഴിക്കാൻ, പച്ചവെള്ളം ഒഴിക്കല്ലേ. അത് സാരമില്ല, മസാല ഇച്ചിരി കാര്യം മൂത്തന്നേ ഉള്ളൂ. അതിൻ്റെ കൂടെ മാജിക് മസാല, നമ്മുടെ മാഗിയുടെയും കൂടെയാണ് ചേർത്തത്. അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയ ശേഷം 2.5 കപ്പ് വെള്ളം, 1 കപ്പ് അരിയാണ് ഞാൻ എടുത്തപ്പോൾ 2.5 കപ്പ് വെള്ളം ഞാൻ, കാരണം ഇത് നമ്മൾ കടയിലല്ലേ ഉണ്ടാക്കുന്നത്. കുക്കറിലാണെങ്കിൽ 2 കപ്പ് വെള്ളം എടുത്താൽ മതി. മനസ്സിലായില്ലേ? ഇതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. കുക്കറിനകത്തുള്ളതും ഇത് കടയിൽ ഉണ്ടാക്കുന്നതും തമ്മിൽ ഡിഫറൻസ്. 2.5 കപ്പ് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് നമ്മൾ അടച്ചവിടെ വെച്ചു. അടച്ച് വെച്ച് നമുക്ക് ഇച്ചിരി കൊത്തമല്ലി ഇലയും ചേർത്തു. എന്നിട്ടാണ് അടച്ച് വെച്ചത്. കാരണം ആ കൊത്തമല്ലി ഇലയുടെ കൂടെ ടേസ്റ്റ് ഇറങ്ങിയിക്കോട്ടെ. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം. ഇത് ന്യൂ ചാനലല്ലേ, എനിക്കൊരു എൻകറേജ്മെൻറ്റിന് വേണ്ടിയിട്ട്. പിന്നെ അത് അടച്ച് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ എങ്ങനെ ഇരിക്കുന്നതെന്ന്. ഇതാ നന്നായിട്ടുള്ളതാണ്. നല്ല എരിവ്, പാകത്തിന് എരിവുണ്ട്. പിള്ളേർക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇച്ചിരി എരിവ് കുറച്ചിട്ടാലും മതി. പിന്നെ ഇതാണ് നമ്മുടെ പുലാവ്.